ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്, അതിൻ്റെ കൂടെ തന്നെ നോമ്പുമാണല്ലേ. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് സൗണ്ട് വലുതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഈ നോമ്പ് തുറ സമയത്തുള്ള തണുത്ത ജ്യൂസ് കുടിക്കുന്നതിൻ്റെയാണ്, ഈ സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ടുള്ള അതിനെയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിച്ച് സഹകരിക്കണം കേട്ടോ. നോമ്പ് തുറ സമയത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സ്നാക്സാണ്. അതുപോലെ തന്നെ സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഷമാമ വെച്ച് നല്ലൊരു ഷേക്കും തയ്യാറാക്കാം. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്കാണ്. വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടരും കാണണേ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ. എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. മുട്ട പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പൊറോട്ട ചുട്ടെടുക്കണം. ഞാനിവിടെ പാക്കറ്റ് പൊറോട്ടയാണ് മേടിച്ചിട്ടുള്ളത്. ഞാനിവിടെ 5 പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പൊറോട്ട നല്ലപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കണം. തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവുണ്ട്, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. തിരിച്ച് മറിച്ച് ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത് മുരിഞ്ഞ് വരുന്നതിനനുസരിച്ച് കളർ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ മണം വരികയും ചെയ്യും. രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. നമ്മുടെ പൊറോട്ട ഇവിടെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് മേടിച്ചുള്ള പൊറോട്ടയും നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പാക്കറ്റ് പൊറോട്ട മേടിച്ച് വെച്ചിട്ട് ഇതുപോലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുക്കുന്നതാണ്. ഇങ്ങനെ മേടിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു മുട്ട പൊറോട്ട തയ്യാറാക്കണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായ പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവാള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി ഇച്ചിരി വലിയ സൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്, ക്യാബേജും ഉണ്ട്, അതുപോലെ കുക്കുംബറും അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. ഞാനിവിടെ മുസറല്ല ചീസ് ഇച്ചിരി ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വേണം. 5 പൊറോട്ടയ്ക്ക് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു മുട്ട ഒരു ബൗളിനകത്തോട്ട് പൊട്ടിച്ച് വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുക്കാം, നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ പാനൊന്ന് 4 വശത്തും ഓയിലാവുന്നിടം വരെ നമ്മളൊന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചേക്കുന്ന മുട്ട ഈ പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പൊറോട്ടയുടെ വലിപ്പം വരുന്നിടം വരെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഒരുപാട് നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ഈ മുട്ടയുടെ മുകളിലോട്ട് തന്നെ നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന പൊറോട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ചുട്ട് വെച്ചേക്കുന്ന പൊറോട്ട. എന്നിട്ട് നമുക്കിത് മുട്ടയങ്ങ് തിരിച്ചിടാം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കുംബറും ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളിപ്പൂവോ എന്തോന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാനിട്ട് ഉള്ളിപ്പൂവൊന്നും എടുത്തിട്ടില്ല. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, കുക്കുംബർ, തക്കാളി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മുസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് വലുതായിട്ട് ഇടണ്ട, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഞാനിവിടെ 2 പച്ചമുളക് കനം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചീസ് ഇച്ചിരി തോനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ചീസ് ഇട്ട് കൊടുക്കാവോ അത്രത്തോളം ടേസ്റ്റ് വരും. നമുക്ക് എന്നിട്ട് ഇതിരി നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി സൈഡ് വെച്ച് പതുക്കനെ മടക്കി കൊടുക്കണം.
തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ലോ ഫ്ലെയിം ആൻഡ് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. നമ്മൾ ഈ ചൂടാക്കുമ്പം ഈ ചീസ് ചെറുതായിട്ടങ്ങ് മെൽറ്റാവും. അതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കണം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. വിശപ്പ് മാറാൻ വേണ്ടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും തയ്യാറാക്കാം. അതുപോലെ നോമ്പ് തുറയ്ക്ക് സ്പെഷ്യലായിട്ട് സ്നാക്സായിട്ടും നമുക്ക് തയ്യാറാക്കാം. സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കാനും വേണ്ടി തയ്യാറാക്കിയൊക്കെ ചെയ്യാം കേട്ടോ. തിരിച്ചും മറിച്ചൊന്ന് നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടിയിട്ടിരുന്നാൽ കരിഞ്ഞു പോകും. ചീസൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി നമുക്ക് ചെറിയ ചൂടിലൊന്ന് ഇതുപോലൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് തയ്യാറാക്കിയെടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്, വയറ് നിറയാനും പറ്റും. മുട്ട പൊറോട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അകത്ത് ചീസൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഈ ഒരൊറ്റ പൊറോട്ട എന്ന വയറ് നിറയും. ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും സോസും ഒക്കെ തരുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിത്തിരി മൈനീസും സോസും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പ് തുറയ്ക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്സാണ്. വളരെ സിമ്പിളുമാണ്, വിശപ്പും മാറും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. വേറൊരു സ്നാക്സിൻ്റെ ആവശ്യമില്ല. ഇതൊരെണ്ണം തയ്യാറാക്കിയാൽ മതി. ഒരെണ്ണം മതി കേട്ടോ വയറ് നിറയാൻ വേണ്ടി. ഇനി നമുക്ക് നല്ലൊരു ഷേക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഷെമാമാണ് ഷേക്ക് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. ഷെമാമും പഴവും ഉപയോഗിച്ച് നല്ലൊരു ഷേക്ക് തയ്യാറാക്കാം. ഈ ചൂട് സമയത്ത് ശരീരം ഒന്ന് കൂളാവാൻ ഷെമാമും നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരം ഒന്ന് കൂളാവാനും വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ഷെമാമും നല്ല അടിപൊളിയാണ്. ഈ ഷെമാമയും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊന്ന് എടുക്കാം. മിക്സിയിലൊന്ന് നല്ലപോലെ നരച്ചെടുക്കണ്ടായി. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതിൻ്റെ കൂടെ ഒരു 3-4 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച ഷെമാമ് കുറേശ്ശെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചെടുത്ത് നമുക്ക് അരിഞ്ഞ് വരത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് പഴവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈത്തപ്പഴമാണ്. ഞാൻ കുതിർത്ത് വെച്ചിരുന്ന ഈത്തപ്പഴമാണ്. കുരുവെല്ലാം കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അതുകൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കേണ്ടത്. കട്ടപ്പാൽ ആയില്ല, അങ്ങനെ കുറച്ച് കട്ടയായിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അടിച്ചെടുത്ത ജ്യൂസ്. അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല കട്ടയായിട്ട് തന്നെയാണ് വരുന്നത്. നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ഷേക്കിനകത്ത് നമുക്ക് ബൂസ്റ്റോ ഹോർലിക്സോ എന്തോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹോർലിക്സാണ് ചെറിയ 2 പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഷേക്കെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വലിയ തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് സെർവ് ചെയ്യുകയാണ്. നമുക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല കട്ടിയുണ്ട്. ഒരുപാട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ട പാൽ ഒഴിക്കണം, ഒട്ടും വെള്ളമില്ലാത്തത്. ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം.
കാണാനും നല്ല ഭംഗിയാണ് ഈ ഷമാം ഷേക്ക്. അതുപോലെ തന്നെ നല്ല രുചിയുമാണ്. അതുപോലെ ശരീരത്തിന് നല്ല ഗുണവുമുണ്ട്. ശരീരം നല്ല കൂളാവാനും ഷമാം ഉപകരിക്കും. ഷമാമും പഴവും പാലും ഈത്തപ്പഴവും എല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഐസ്ക്രീം ചേർക്കാം. ഞാനിപ്പം ഐസ്ക്രീം ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ശകലം ബൂസ്റ്റാണ് ഇടുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടാം, അല്ലെങ്കിൽ ഐസ്ക്രീം ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇച്ചിരി ബൂസ്റ്റാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ഷമാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കും നല്ലൊരു ഷേക്കുമാണ് ഇവിടെ തയ്യാറാക്കിയേക്കുന്നത്. നോമ്പ് തുറ സമയത്ത് മാത്രമല്ല, ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല കൂളിംഗ് ആയിട്ടുള്ള ഷേക്കാണ്. നമ്മുടെ ശരീരം നല്ല കൂളാവാൻ ഈ ഷമാം ഷേക്ക് നല്ലപോലെ ഗുണം ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. യൂസ്ഫുള്ളായ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വിലപ്പെട്ടതാണ്, മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്